ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ നമ്മൾ രാവിലെ വട്ടയപ്പാണ് കഴിക്കാൻ ഇന്ന് ഉണ്ടാക്കിയത്. ഇന്ന് ഞാൻ ഏത്തപ്പഴമൊന്നും ചേർത്തിട്ടില്ല, അല്ലാതെ തന്നെ നമ്മൾ മാവ് ഒഴിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. നല്ല സോഫ്റ്റ് വട്ടയപ്പാണ് കേട്ടോ. വായിലിട്ടാൽ അലിഞ്ഞു പോവും എന്നൊക്കെ പറയില്ലേ, അതുപോലെ പല്ലില്ലാത്തവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലത്തെ ചായ കൂടി എല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യത്തെ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകണം. കുഞ്ഞിന് ആദ്യത്തെ ഇഞ്ചക്ഷൻ എടുക്കേണ്ട ദിവസമാണ്, 45 ദിവസത്തെ ഇഞ്ചക്ഷൻ. ഇന്നൊരു ബുധനാഴ്ച ദിവസമാണ്. അപ്പം മോൻ്റെ കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇന്ന് പോകുന്നതിന് മുന്നേയായിട്ട് ഞാൻ പിന്നെ ബീട്രൂട്ട് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് ഉരച്ച് വെക്കണേ. അപ്പോൾ ചോറും കറികളൊക്കെ അമ്മ വെച്ചോളൂ. എൻ്റെ അമ്മ ഇവിടെ ഉണ്ട്, പിന്നെ അനുക്കുട്ടിയുടെ അമ്മ ഇവിടെ ഉണ്ട്. അപ്പോൾ അമ്മമാർ രണ്ടുപേരും ഉള്ളത് കൊണ്ട് നമുക്ക് ടെൻഷനില്ല. അവർ ഉച്ചയ്ക്കുള്ള ഊണ് റെഡിയാക്കിക്കോളാം എന്ന് പറഞ്ഞ് പോകുന്ന സമയം കൊണ്ട് കുറച്ച് ജോലി ഒതുക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേറൊരു കാര്യം, എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നവരുടെ ചിലപ്പോൾ ചോദിച്ചേക്കാം, എന്താ അനുക്കുട്ടിയുടെ വീട്ടിലേക്ക് പോകാഞ്ഞെന്ന്. അപ്പോൾ ആദ്യത്തെ പ്രസവമാണ്, അതുകൊണ്ട് വീട്ടിലേക്ക് വിടാഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അനുക്കുട്ടിയുടെ അച്ഛന് സുഖമില്ലായിരുന്നു. അപ്പോൾ ചെക്കപ്പിനായിട്ട് അമ്മയാണ് ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് വിടാതെ നമ്മൾ ഇങ്ങോട്ട് തന്നെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്ന് ഇഞ്ചക്ഷന് പോകണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ പോകുന്നതിന് മുന്നേട്ട് അനുക്കുട്ടി എന്നോട് പറഞ്ഞ് അമ്മയുടെ മടിയെടുത്ത് ഇഞ്ചക്ഷൻ എടുത്താൽ മതി, എനിക്ക് പേടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പം ഞാൻ സമ്മതിച്ച്, ഞാൻ പറഞ്ഞു ഞാൻ ഇഞ്ചക്ഷൻ എടുപ്പിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഡോക്ടറെ കണ്ട് അതിനുശേഷം ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ വെളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം തന്നെ അനുക്കുട്ടിയുടെ മുഖം കാണുമ്പോൾ നമുക്കറിയാം ഇപ്പം കരയുമെന്ന രീതിയിലാണ് ആളിൻ്റെ ഇരിപ്പ്. പക്ഷേ പെട്ടെന്നാണ് സിസ്റ്റർ പറഞ്ഞത് അമ്മയുടെ മടി ഇരുത്തിയേ കുഞ്ഞിനെ ഇഞ്ചക്ഷൻ എടുക്കുകയുള്ളെന്ന്. ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ആ ഒരു കാര്യം. പുള്ളിക്കാരത്തി നല്ല കരച്ചിലായിരുന്നു. പിന്നെ അതേ പോരുമ്പോൾ കുഞ്ഞിനെ ഞാനാണ് എടുത്ത് മടിയിലൊക്കെ വെച്ചിരുന്നത്. അപ്പോൾ കരഞ്ഞിന്ന ആ ഒരു സീനൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരുകയാണ്. അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഊണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഷൂവും ചെരുപ്പും എല്ലാം നമ്മളിങ്ങനെ വീടിൻ്റെ വാതിക്കൽ ഇങ്ങനെ കിടക്കുമ്പോൾ അതൊരു അസഹ്യത. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റാൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം ഒന്ന് ഒതുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കുന്നതല്ലേ കാണാനും നല്ലത്. പിന്നെ വീടിൻ്റെ വാതിക്ക് ഇങ്ങനെ വലിച്ചു വാരി ഇടിയാൻ വേണ്ടല്ലോ. അപ്പോൾ അതിനായിട്ട് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ അതൊന്ന് അച്ഛനും മോനും കൂടെ ഇവിടെ ഇരുന്ന് അതൊന്ന് സെറ്റ് ചെയ്യണേ. അപ്പോൾ അത് അവരൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കാണാം. പിന്നെ എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ള പ്രത്യേകിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ അനുകുട്ടിയുടെ ഡെലിവറി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നേ. ഒരു മാസത്തോളം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ സമയക്കുറവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ സിസേറിയൻ ആയതുകൊണ്ടൊരു 3 ആഴ്ച കഴിഞ്ഞിട്ടായിരുന്നു നമ്മൾ ആയുർവേദത്തിലാണ് ട്രീറ്റ്മെൻറ്റ്, ഒരാഴ്ചത്തെ ട്രീറ്റ്മെൻറ്റ് അനുക്കുട്ടിക്ക് ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിനെ കുളിപ്പിക്കാനായിട്ട് ഒരു 28 ദിവസം ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം പിന്നെ ഞാനാണ് കുഞ്ഞിനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോസ് ഒന്നും എടുക്കാൻ എനിക്ക് സമയം കിട്ടാഞ്ഞതുകൊണ്ടാണ്, ഞാൻ വീഡിയോ കാണാനോ ഒന്നും എനിക്ക് പറ്റില്ല. പിന്നെ എൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ട് മോനാണ് കുറച്ച് ഷോർട്സും വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലും എനിക്ക് കാണാൻ സമയം കിട്ടില്ല കൂട്ടുകാരെ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ ഇനിയും എനിക്ക് തരണം കേട്ടോ. അപ്പോൾ ഞാൻ ഇനി തുടർച്ചയായിട്ട് വീഡിയോസൊക്കെ ഇടാം, എല്ലാവരുടെയും വീഡിയോസിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ ആ സ്റ്റാൻഡ് ഇവിടെ സെറ്റ് ചെയ്ത് ചെരുപ്പല്ലായിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടേ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ ഇട്ട് എല്ലാവർക്കും കുടിക്കാനൊക്കെ കൊടുത്ത്. പിന്നെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. കൂട്ടുകാർക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിയേക്കണം. അപ്പോൾ മറ്റു വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.